ഗൈസ് തെണ്ടിത്തരത്തിൻ്റെ അങ്ങേറ്റമാണ് ഈ തമിഴ്നാട് ബസ്സിലെ കണ്ടക്ടർ നമ്മളടുത്ത് കാണിച്ചത്. കാര്യം ഇത്രയേ ഉള്ളൂ. ആദിയോഗി ഇഷ സെൻറ്ററിൽ നിന്ന് നമ്മൾ നേരെ ഗാന്ധിപുരത്തോട്ടുള്ള ബസ്സിൽ ലാസ്റ്റത്തെ 9 മണിയുടെ ബസ്സിലാണ് നമ്മൾ കയറിയത്. കയറിയപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചു UPI പേയ്മെൻറ്റ് ഉണ്ടോ ചേട്ടാ. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് ബസ്സിനകത്ത് കയറി. നമ്മൾ പറഞ്ഞു ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ ആ ബസ്സിനകത്ത് കയറി ടിക്കറ്റ് തന്നു. ടിക്കറ്റ് തന്ന സമയത്ത് ഈ വണ്ടി ഈ ആദിയോഗി ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ആ ഒരു ഗ്രാമപ്രദേശത്ത് നെറ്റ്വർക്ക് എന്നുള്ളത് വളരെ കുറച്ച് നെറ്റ്വർക്കേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും സ്കാനർ തന്നു. സ്കാനർ ലോഡ് ആവുന്നില്ല. അടുത്ത സ്കാൻ തന്നു. മൂന്നാം സ്കാൻ തന്നു. അതൊന്നും വർക്കാവുന്നില്ല. ശരി, ഓക്കെ, ടിക്കറ്റ് അടിക്കണ്ട. പക്ഷേ ഈ പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ ഓൾറെഡി ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് കയ്യിലെടുത്ത് വെച്ചിട്ടാണ് ഈ അഭ്യാസങ്ങൾ മൊത്തം കാണിക്കുന്നത്. UPI പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ടിക്കറ്റ് പ്രിന്റ് ആയി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് സീനില്ല. ഇത് ടിക്കറ്റും പ്രിന്റ് ചെയ്ത് വെച്ച് നമ്മളോട് പറയാണ്, നിങ്ങൾ അടുത്തിരിക്കുന്ന ആരടുത്തെങ്കിലും ടിക്കറ്റിൽ നിന്ന് കാശ് മേടിച്ചേ. അവിടെ ഇരിക്കണ എൻ്റെ കുഞ്ഞമ്മയുടെ മോനോ എൻ്റെ വല്യമ്മയുടെ മോനോ ഒന്നും അല്ലല്ലോ. സോ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ആരടുത്തും പോയി കിടന്ന് എനിക്ക് ടിക്കറ്റിന് വേണ്ടി പൈസ തരുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഇങ്ങനെ തുടക്കത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, എന്നാൽ പിന്നെ അടിച്ചു തരുന്ന ടിക്കറ്റ് ഞാൻ തരണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ കൈ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ടിക്കറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ അത് പറഞ്ഞപ്പോൾ ഉടനെ പറയാണ്, കേരളത്തിൽ പോയി നീ ഇത് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞു, പ്രശ്നമില്ല, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, എനിക്ക് ടിക്കറ്റ് വേണ്ട, ഞാൻ പറഞ്ഞിട്ട്. അങ്ങനെ മാടയായി കോടയായി തേങ്ങയായി സംസാരങ്ങളായി അവസാനം അവിടെ നിന്ന് പബ്ലിക് എന്നും പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ എണീറ്റ് വന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു മാനുണ്ട്, പക്ഷെ വായിരിക്കുന്ന വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും കൊള്ളത്തില്ല. അവസാനം തൊട്ടടുത്തിരിക്കുന്ന മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനൊക്കെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് നിന്ന് സംസാരിച്ചത് തുടക്കത്തിൽ. അപ്പോൾ ഈ സംസാരം മുറുകിയ അലമ്പ് ഭാഷകൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ ക്യാമറ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ അന്യനും അമ്പിയും ഈ ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്ന കണക്ക് ഈ കണ്ടക്ടറിന്റെ സ്വഭാവം അങ്ങ് മാറി, മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് ക്യാമറയുടെ മുമ്പ് അങ്ങ് മാറിപ്പോകാനും തുടങ്ങി. അതുവരെ അങ്ങേര് ഇതിന്റെ അപ്പുറമായിരുന്നു അവിടെ കിടന്ന് ബസ്സിനകത്ത് കിടന്ന് മറ്റേ സൗണ്ട് റൈസ് ചെയ്ത് വെറുതെ ഇങ്ങനെ നമ്മുടെ തല തിന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ കിടന്ന് ഈ തല വരിപ്പിക്കാന്നൊക്കെ പറയത്തില്ലേ, അതേ കണക്കുള്ളൊരു സംസാരമായിരുന്നു ഈ പുള്ളി. സഹി കേട്ട അവസാനം ഞാൻ പറഞ്ഞു, എന്തിനാ ഈ സൗണ്ട് റൈസ് ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ ക്യാമറ എടുത്തങ്ങ് ചോദിച്ചു. അത് കണ്ടിട്ടെങ്കിലും പുള്ളി ഒന്ന് സമാധാനപ്പെടുമല്ലോ ചോദിച്ചു. അപ്പോഴാണ് പുള്ളിക്ക് ഈ ക്യാരക്ടർ സ്വിച്ച് കണക്ക് അയ്യോ പാവം പോലെ അങ്ങ് പോയത്. എന്നിട്ട് പബ്ലിക്കാരൻ എണീറ്റ് വന്ന് പറഞ്ഞു, ഞങ്ങൾ പബ്ലിക്കാണ്, ഇവിടെ നിങ്ങൾ ക്യാഷും കൊണ്ട് ട്രാവൽ ചെയ്യാവുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ കേരളത്തിൽ നിന്ന് ഇതുവരെ ആദിയോഗി വരെ എത്തിയത് ഒരു ക്യാഷ് പോലും കയ്യിൽ വെക്കാതെ. ഹോട്ടൽ ബുക്കിംഗ്സ് ആയിക്കോട്ടെ, ബസ്, ഓട്ടോ, എന്തൊക്കെ സർവീസ് എടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ ഓൺലൈൻ വഴിയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മാത്രം എന്താ പ്രശ്നം? ഇപ്പോൾ ക്യാഷ് തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. ഇപ്പോൾ പുതിയ കാലത്ത് എല്ലായിടത്തും UPI എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കത് UPI അടിച്ച് കഴിഞ്ഞിട്ട് ടിക്കറ്റ് തന്നാൽ മതി. അതിന് മുമ്പേ ടിക്കറ്റും എടുത്ത് വെച്ചിട്ട് എനിക്ക് ഈ ബസ് വേണ്ട, വേറെ ബസ് മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. ആകെപ്പാടത്ത ഒരു അവസ്ഥയായി പോയി ആ ഒരു ബസ്സിനകത്ത്. സത്യം പറഞ്ഞാൽ ഒരു മൊബൈൽ ക്യാമറ ഉള്ളതിൻ്റെ ഗുണം ഞാൻ അന്നാ മനസ്സിലാക്കുന്നത്. സത്യം പറയാമല്ലോ, ആ മൊബൈൽ ക്യാമറ എടുത്ത് ഓണാക്കി വെച്ചപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്ന ഹ്യൂമിലിയേഷൻ ഒന്ന് മാറിയത് കുറച്ചെങ്കിലും. കാരണം അതുപോലെ നമ്മളിട്ട് അതിനകത്ത് ഒരുമാതിരി പറ്റിയത് നമ്മുടെ വ്യക്തിഹത്യ ചെയ്യുമായിരുന്നു. സൗണ്ട് റൈസ് ചെയ്ത് അനാവശ്യമായി കിടന്നങ്ങ് നീക്കെന്തോ കാശ് കൈ വെച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ. ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്ക് അത്രയെങ്കിലും ഒരു സമാധാനം ഉണ്ടായി. പിന്നെ അവസാനം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റേഞ്ച് വന്ന ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഒന്നുകൂടെ പുള്ളി സ്കാനർ എടുത്ത് തന്നു. സ്കാൻ ചെയ്ത് ടിക്കറ്റിന് പേയ്മെൻറ്റും ചെയ്തു.